Hi students, welcome to my channel PSC Tricks. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസി 206 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ മൊഡ്യൂൾ 5ലെ വീഡിയോ ആണ്. മൊഡ്യൂൾ 5 പാർട്ട് 2 വീഡിയോ ആണ്. സെക്കൻഡ് ടോപ്പിക്കായ ഇൻട്രപ്റ്റിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണിത്. ഇൻട്രപ്റ്റ്, അതുപോലെ തന്നെ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻറ്ററപ്റ്റ്സ്. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. അതായത് മെയിൻ ടാസ്കിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുന്നതിനാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇവൻറ്റ് ഒക്കുറ് ചെയ്യുകയോ അങ്ങനെ മറ്റോ മെയിൻ പ്രോഗ്രാമിൽ നിന്നും കൺട്രോൾ ട്രാൻസ്ഫർ ആകുന്നു, അങ്ങനെ മെയിൻ പ്രോഗ്രാം തടസ്സപ്പെടുന്നതിനെ നമുക്ക് ഇൻറ്ററപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ഫ്രം വൺ പ്രോഗ്രാം ടു അനദർ ഇൻ റെസ്പോൺസ് ടു സം ഇവൻറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രൊസസ്സറിന് IO ഡിവൈസിനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ IO ഡിവൈസ് അവൈലബിൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിനെ റിക്വസ്റ്റ് ചെയ്തു, ആ ഒരു ഡിവൈസ് വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രോസസ്സറിന് ആ ഡിവൈസ് റെഡി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രോസസ്സറിന് വേറെ ആക്ഷൻസ് പെർഫോം ചെയ്യാം. പ്രോസസ്സറിന് ഐഡിയൽ ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല, മറ്റ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ IO ഡിവൈസ് ഓൾറെഡി ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IO ഡിവൈസ് അവൈലബിൾ ആകുമ്പോൾ, അത് റെഡി ആവുമ്പോൾ ഈ ഡിവൈസ് പ്രോസസ്സറിനെ അലേർട്ട് ചെയ്യണം. അതായത് പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യണം ഈ ഡിവൈസ് റെഡി ആണെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു അലേർട്ട് നമുക്ക് ഒരു ഇൻറ്ററപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ IO ഡിവൈസ് സെൻഡ് ചെയ്യുന്നത് ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ ആയിരിക്കും. ദിസ് ക്യാൻ ബി ഡൺ ബൈ എ സിഗ്നൽ കോൾഡ് ഇൻറ്ററപ്റ്റ്. അതാണ് ആക്ച്വലി ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ IO ഡിവൈസ് ഈ ഇൻറ്ററപ്റ്റ് സെൻഡ് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇതൊരു ബസ് കൺട്രോൾ ലൈനാണ്. ഈ ബസ് കൺട്രോൾ ലൈനായ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് ഈ IO ഡിവൈസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് ഇൻറ്ററപ്റ്റ് പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈനിലാണ് ഇൻറ്ററപ്റ്റിനുള്ള റിക്വസ്റ്റ് ഈ ഡിവൈസസ് പ്ലേസ് ചെയ്യുന്നത്. ഇതൊരു ബസ് കൺട്രോൾ ലൈനാണ്. നെക്സ്റ്റ്, ഈ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന റുട്ടീൻ അല്ലെങ്കിൽ സബ് റുട്ടീനാണ് ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ. ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ അത് ആക്ച്വലി ഒരു കോഡാണ്. ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ലൈൻസ് ഉള്ള ഒരു കോഡാണ്. അതായത് നമ്മുടെ പ്രോസസ്സർ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മെയിൻ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ഇൻറ്ററപ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു തടസ്സം വരുന്നത്. അപ്പോൾ ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ അവിടെ വെച്ച് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ISR, ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ ഓർ ISR. ദെൻ ഈ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ദ ഇൻറ്ററപ്റ്റ്. പ്രൊസീജിയർ ഓർ റുട്ടീൻ എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ദ ഇൻറ്ററപ്റ്റ്, അതാണ് ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ. ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ്. ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്ററപ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സർ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിനെ, അതായത് ഇൻറ്ററപ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് ആ ഡിവൈസിനെ ഇൻഫോം ചെയ്യണം, അതായത് ഇൻറ്ററപ്റ്റ് റിസീവ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഒരു ഡിവൈസ് ഇൻറ്ററപ്റ്റ് പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈനിലാണ്. അപ്പോൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈനിൽ വന്ന റിക്വസ്റ്റിനെ പ്രോസസ്സർ റിമൂവ് ചെയ്താൽ മാത്രമാണ് പ്രോസസ്സറിന് കിട്ടി എന്നുള്ള കാര്യം ഡിവൈസിന് ഇൻഫോർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ.
അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സർ ഹാസ് ടു ഇൻഫോം ദ ഡിവൈസ് ദാറ്റ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ദെൻ ഓൺലി ഇറ്റ് ക്യാൻ റിമൂവ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ. അപ്പോൾ ആ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നലിനെ റിമൂവ് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രോസസ്സർ ഇഷ്യൂ ചെയ്യുന്ന സിഗ്നലാണ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ. ദെൻ ISR എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അതൊരു നോർമൽ സബ് റുട്ടീൻ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മെയിൻ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സബ് റുട്ടീനാണ് ISR എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാമിൽ ഒരു സബ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് എന്താ ചെയ്യുക, ആ മെയിൻ പ്രോഗ്രാമിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഇൻട്രപ്റ്റ് ആ ഒരു സബ് റുട്ടീനായിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ കൺട്രോൾ ആ ഒരു റുട്ടീനിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. സിമിലർ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. Processor suspends the execution of the program and starts the execution of ISR. അതായത് ആ പ്രോഗ്രാം കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ സസ്പെൻഡ് ചെയ്തിട്ട് ISR ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു പ്രോസസ്സ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് കെയർഫുള്ളി കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ വിൽ ബി ആക്റ്റീവ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ISR. ഈ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമാണ് ഫർദർ ഇൻട്രപ്റ്റ്സ് വരുന്നതിൽ നിന്നും സിസ്റ്റത്തിന് ഡിവൈസസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നലിലാണ് നമ്മൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഒരു ഡിവൈസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ISR എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഹൈ ആയിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയാണ് ദസ് പ്രിവെൻറ്റിങ് ദ സിസ്റ്റം ഫ്രം എൻറ്ററിങ് ഇൻഫിനിറ്റ് ലൂപ്പ്. അല്ലെങ്കിൽ അത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ ലോ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റും വന്നിട്ടില്ല എന്നുള്ള നിലയിൽ മറ്റ് ഡിവൈസസ് വീണ്ടും ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അങ്ങനെ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ്, പോസിബിലിറ്റീസ് ഫോർ അവോയ്ഡിങ് സക്സസീവ് ഇൻട്രപ്റ്റ്സ്. അതായത് ഒരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മറ്റൊരു ഇൻട്രപ്റ്റ് വരിക, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ തന്നെ മറ്റൊരു ഇൻട്രപ്റ്റ് വരിക. അങ്ങനെ സക്സസീവായിട്ട് ഇൻട്രപ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഇൻട്രപ്ഷൻസ് വരുന്നതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണ്, അതിന് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 പോസിബിലിറ്റീസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, using interrupt disable instruction as the first instruction in ISR. ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ, അതായത് ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന റുട്ടീനാണ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. അപ്പോൾ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീനിലെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ട് ഇൻറ്ററപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷനെ യൂസ് ചെയ്യുക. ഇൻറ്ററപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷൻ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നും ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. അപ്പോൾ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിലെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് ഇൻട്രപ്റ്റ്സിനെ ഒന്നും അപ്രൂവൽ ചെയ്യില്ല അല്ലെങ്കിൽ അക്നോളജ് ചെയ്യില്ല. അപ്പോൾ ഇൻറ്ററപ്റ്റ് എനേബിൾ ഇൻസ്ട്രക്ഷൻ, ആ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ്റെ എൻഡിലായിട്ട് ഇൻട്രപ്റ്റ് എനേബിൾ ഇൻസ്ട്രക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇൻട്രപ്റ്റ് എനേബിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് പിന്നീട് ഇൻട്രപ്റ്റ് എനേബിൾ ആവുള്ളൂ. സോ നോ ഫർദർ ഇൻട്രപ്ഷൻസ് വിൽ ഒക്വർ അൺടിൽ ഇൻട്രപ്റ്റ് എനേബിൾ ഇൻസ്ട്രക്ഷൻ. അതാണ് ഒരു മെത്തേഡ്. അതായത് ISRൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ട് ഇൻട്രപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസസ്സർ ഷുഡ് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ഫർദർ ഇൻട്രപ്റ്റ്സ്. പ്രോസസ്സർ ഓട്ടോമാറ്റിക്കലി ഫർദർ ഇൻട്രപ്റ്റ്സിനെ ഡിസേബിൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, PS രജിസ്റ്റർ. ഈ PS രജിസ്റ്ററിൽ 1 ബിറ്റ് ഇൻട്രപ്റ്റ് എനേബിളിന് വേണ്ടി യൂസ് ചെയ്യുക. ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക.
എന്നിട്ട് ഈ ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ് 1 ആണെങ്കിൽ ഇൻട്രപ്റ്റിനെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ് 1 ആണെങ്കിൽ ഇൻട്രപ്റ്റിനെ റിസീവ് ചെയ്യും. പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. ദെൻ എപ്പോഴാണോ ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്നത്, ഓക്കെ, അപ്പോൾ ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റ് 1 ആണെങ്കിൽ ഇൻറ്ററപ്റ്റിനെ റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വരുമ്പോൾ റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആഫ്റ്റർ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിട്ടേൺ ഫ്രം ഇൻറ്ററപ്റ്റ് എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. റിട്ടേൺ ഫ്രം ഇൻറ്ററപ്റ്റ് എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആഫ്റ്റർ റിട്ടേൺ ഫ്രം ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ഇറ്റ് ഷുഡ് ബി സെറ്റ് ടു 1. അതായത് ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റ് 1 ആണെങ്കിൽ മാത്രമാണ് ഇൻറ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ 1 ആണെങ്കിൽ ആ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിനെ 0 ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ദെൻ ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റ് 1 ആണെങ്കിൽ മാത്രം ഇൻറ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം 0 ആയിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ ഒരു ഇൻറ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല. റിട്ടേൺ ഫ്രം ഇൻറ്ററപ്റ്റ് എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, അതായത് ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് ഷുഡ് ബി സെറ്റ് ടു 1. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് തേർഡ് മെത്തേഡാണ്. പ്രോസസ്സർ ഹാസ് എ സ്പെഷ്യൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ. ഒരു സ്പെഷ്യൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഉണ്ട്. ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് സർക്യൂട്ട് റെസ്പോൺസ് ടു ഓൺലി ലീഡിങ് എഡ്ജ് ഓഫ് ദ സിഗ്നൽ. ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് സർക്യൂട്ട് ആ സിഗ്നലിൻ്റെ ലീഡിങ് എഡ്ജിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ലീഡിങ് എഡ്ജിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഫർദർ ഇൻറ്ററപ്റ്റ്സിനെ ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. അതായത് പ്രോസസ്സറിന് ഒരു സ്പെഷ്യൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലീഡിങ് എഡ്ജിൽ മാത്രമാണ് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് സർക്യൂട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ വൺസ് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സിഗ്നൽ ഹൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻറ്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നത് വരെ മറ്റ് ഇൻറ്ററപ്റ്റിനെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ 3 മെത്തേഡ്സ് ആണുള്ളത്, 3 പോസിബിലിറ്റീസ് ആണുള്ളത് ഫോർ അവോയ്ഡിങ് സക്സസീവ് ഇൻറ്ററപ്റ്റ്സ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. ഇൻറ്ററപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷൻ ISRൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ഒരു ബിറ്റ് ഇൻറ്ററപ്റ്റ് എനേബിൾ ബിറ്റായിട്ട് സെറ്റ് ചെയ്യാം. 1 ആണെങ്കിൽ ഇൻറ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. ദെൻ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ. അതായത് ആ ലൈനിൻ്റെ ലീഡിങ് എഡ്ജിൽ മാത്രം ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് സർക്യൂട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻറ്ററപ്റ്റിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്